പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ മക്കളുടെ നിരവധിയായ ആവശ്യങ്ങളെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് മാതാപിതാക്കളായി ഞങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഞങ്ങളുടെ മക്കളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച്, മക്കൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ആരോഗ്യത്തിലും സന്തോഷത്തിലും കൃപയിലും നിറച്ച് ആ മക്കൾ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെ മുമ്പിലെ പ്രീതിയിലും വളർന്നു വരുവാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തെ, ജഡത്തെ, പിശാചിനെ ശത്രുവായി കാണുവാനും അതിനെതിരെയുള്ള യുദ്ധത്തിൽ അതിശക്തമായി വിശുദ്ധിയോടെ പോരാടുവാനും ഞങ്ങളുടെ മക്കൾക്ക് കൃപ നൽകണമേ. സ്വർഗത്തിന്റെ സഹായത്താലും അതിസ്വാഭാവികമായ കൃപകളാൽ നിറയപ്പെട്ട് ഉദാശകളിലൂടെ അങ്ങയോട് ചേർന്ന് നിന്ന് ജീവിക്കുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കണമേ. ഉദാശയുടെ ശക്തി ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാനമാണെന്നുള്ള തിരിച്ചറിവോടെ അതിന് വലിയ പ്രാധാന്യം കൊടുത്ത് ഞങ്ങളുടെ മക്കൾ അങ്ങയിൽ വളരട്ടെ. അതിനുവേണ്ട അഭിഷേകവും ദൈവിക ജ്ഞാനവും ദൈവിക സഹായവും ലഭിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെയും ഉണ്ണീശോയുടെയും നിറസാന്നിധ്യത്തില് ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും അതിനായി നമ്മോടും നമ്മുടെ മക്കളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മക്കളുടെ നിരവധിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി, ചില അവസ്ഥകൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ അതിശക്തമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ആ മക്കളുടെ ജോലി മേഖലകൾ അനുഗ്രഹിക്കപ്പെടാനാണ്. ജോലി ഇല്ലാത്ത മക്കള്, ജോലി ചെയ്യുന്ന മക്കള് അഭിഷേകത്തോടെ, കരുത്തോടെ, ധീരതയോടെ തങ്ങളുടെ ജോലി ചെയ്യാൻ വേണ്ട വലിയ അഭിഷേകം, അതിനുവേണ്ട അനുകൂലമായ സാഹചര്യങ്ങള്, അതിനുവേണ്ട ആരോഗ്യം, സന്തോഷം എല്ലാം നമ്മുടെ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കും. ഇനി ജോലിയില്ലാത്ത അനേക മക്കൾ, നമുക്കറിയാം, അനേക മക്കളാണ് ജോലിയില്ലാതെ വേദനിക്കുന്നവര്. ഇവിടെ നിന്ന് വിദേശത്തേക്ക് പഠിക്കാൻ പോയി, പാർട്ട് ടൈം ജോലി എന്നൊക്കെ പറഞ്ഞു പോയി, മാസ്റ്റേഴ്സ് കഴിഞ്ഞു, അതിനുശേഷം അവിടെ ജോലി കിട്ടുമെന്ന് കരുതി, എന്നാല് അങ്ങനെ പോയിട്ട് ജോലി കിട്ടാത്ത അനേക മക്കള് ഇന്ന് സങ്കടത്തോടെ ഒത്തിരിയേറെ നിരാശപ്പെട്ട് കഴിയുന്നുണ്ട്. പാർട്ട് ടൈം ജോലിയില്ല, അന്നു വേണ്ട ആഹാരത്തിന് പോലും വകയില്ല. വിദേശത്ത് പോയി ലോൺ എടുത്തും എല്ലാ മാസവും ഇവിടെ നിന്ന് 50,000, 80,000, ലക്ഷക്കണക്കിന് രൂപ അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന മാതാപിതാക്കള് ഒരു പാർട്ട് ടൈം ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവര്. ഇനി വേറെ മക്കളുണ്ട്, പഠിച്ചിട്ട് ജോലി കിട്ടുമെന്ന് കരുതി മാസ്റ്റേഴ്സ് കഴിഞ്ഞു, ഇനി അവരുടെ സ്റ്റേ ബാക്കിന്റെ സമയം തീരാറായി. 60 ദിവസം, 90 ദിവസം, ചിലപ്പോ 1 മാസം, ചിലപ്പോ 2 ആഴ്ച കൂടി ഉള്ളച്ച ജോലി കിട്ടിയിട്ടില്ല. പ്രാർത്ഥിക്കണം. ഇങ്ങനെ അനേകം മാതാപിതാക്കളും അനേകം മക്കളുമാണ് ഈ ജോലി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിലവിളിച്ച് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ദൈവമക്കളെ, നമ്മുടെ അനേക മക്കൾ ഇന്ന് വിദേശ രാജ്യത്തിലേക്ക് പോയിരിക്കുമ്പോ നമുക്കറിയാം, അനേക മക്കൾ ജോലിയില്ല, ഇവിടെ പാട്ടം ജോലിയില്ല. ഇത്രയും കഷ്ടപ്പെടുന്ന മക്കള് പാലത്തിനടിയിലും പല പല അവസ്ഥയിലും ഒരു മുറിയിലും പലരൊക്കെ ഒരുമിച്ചും അല്ലെങ്കിൽ ഭയങ്കര കഷ്ടപ്പെട്ട് ജീവിക്കുന്ന അനേക മക്കളെ പല സ്ഥലത്തും രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അനേക മക്കള് ഈ ഒരു അവസ്ഥയിൽ നിലവിളിച്ച് വിളിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ ജോലി മേഖലകളെ അനുഗ്രഹിക്കണം, അവർക്ക് വേണ്ട ജോലി അങ്ങ് നൽകണം. കർത്താവേ, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റി നല്ലപോലെ ആഗ്രഹിച്ച് ആലോചിച്ച് തീരുമാനമെടുത്തുകൊണ്ട് ജോലിയിലേക്ക് ഇറങ്ങിത്തിരിക്കാനും അതിനുവേണ്ടി കഷ്ടപ്പെടാനും അധ്വാനിക്കാനും പഠിക്കാനുമുള്ള വലിയ കൃപ നമ്മുടെ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ വേറൊന്ന് മക്കളെ, ഇന്ന് നമ്മുടെ നാട്ടില് എന്ത് ജോലിയും ആത്മാർത്ഥമായിട്ടും നല്ല ചിട്ടയോടെ നിഷ്ഠയോടെ ചെയ്താൽ ജീവിക്കാൻ നമുക്ക് സാധിക്കും. എന്നാലും അനേക മക്കള് ആർത്തി പിടിച്ച് സമ്പാദിക്കാൻ വേണ്ടി അതിലെയും ഇതിലെയും ഓടി നടന്ന്
ഇന്ന് അതുകൊണ്ട് ഇന്ന് വിദേശ രാജ്യങ്ങളൊക്കെ ജോലിയില്ലായ്മയുടെ വലിയൊരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് ജോലിയുടെ മഹത്വവും മഹാത്മ്യവും മനസ്സിലാക്കി അത് നല്ലപോലെ കൃത്യനിഷ്ഠതയോടെ ചെയ്താല് എവിടെയും നമുക്ക് ജോലി ചെയ്ത് അന്തസ്സോടെ സാമ്പത്തിക മേഖലയിൽ ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് ആർത്തി പിടിച്ചു പോകാതെ ദൈവത്തോട് ആലോചന ചോദിച്ച് നമ്മുടെ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് നമ്മൾ നിലപാടെടുക്കണം, തീരുമാനമെടുക്കണം. എന്തുമാകട്ടെ, അങ്ങനെയൊക്കെ പല തെറ്റുകളും വീഴ്ചകളും ഒക്കെ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കൊക്കെ പറ്റിപ്പോയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ശക്തമായ തീരുമാനങ്ങളും പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ ഹിതം ആരാഞ്ഞുമൊക്കെ ചെയ്യുവാൻ ഇടയാകട്ടെ. നമ്മള് പ്രാർത്ഥിക്കും. ജോലിയില്ലാത്ത അനേകം മക്കളുടെ കണ്ണുനീരും വേദനയും അവരുടെ സങ്കടമൊക്കെ നമുക്ക് ഒരുമിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അനേക മക്കള് ഇന്ന് കടമെടുത്ത് ലോണെടുത്ത് വിദേശ രാജ്യങ്ങളിൽ പോയി ജോലിയില്ലാതെ കടം കയറി മുടിഞ്ഞിട്ടെന്ന പോലെ തകർന്നു കിടക്കുന്നുണ്ട് മക്കളെ. ആ മക്കളുടെ വേദന, ആ കുടുംബത്തിന്റെ വേദന, മാതാപിതാക്കളുടെ വേദന നമുക്ക് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയെ, അറിഞ്ഞോ അറിയാതെയോ അങ്ങയോട് ആലോചന ചോദിക്കാതെയൊക്കെ ഞങ്ങൾ ചെയ്തുപോയ, ഞങ്ങളുടെ മക്കൾ ചെയ്തുപോയ പാപങ്ങളുടെ മേൽ കരുണയായിരുന്നു കൊണ്ട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവന് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണോടൊപ്പം തന്നെ ജോലി ചെയ്യുന്ന മക്കളുണ്ട്, അതിലുള്ള ഭാരങ്ങള്, ചില ശത്രുതകള്, ചില നമ്മുടെ മക്കളെ ഒഴിവാക്കാൻ ഇനി മലയാളിയാണ്, ഇന്ത്യക്കാരനാണ്, അതിന്റെ പേരിൽ എന്ന് പറഞ്ഞ പോലെ ഒറ്റപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന, വേദനിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. ജോലിയിലായിരിക്കുന്ന മക്കൾ കരുത്തോടെ കർത്താവിനെ കൂടെ നിർത്തി, യോസേപ്പിതാവിനെ കൂടെ നിർത്തി, മാതാവിനെ കൂടെ നിർത്തി ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് വലിയ ദൈവമക്കളുടെ കരുത്തോടെ ധൈര്യത്തോടെ ജോലി ചെയ്യാൻ അവർക്ക് കൃപ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. അതോടൊപ്പം തന്നെ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാകണം. പഴയ നിയമത്തിൽ ജോസഫ് പോത്തിഫറിന്റെ വീട്ടില് കാരാഗ്രഹത്തിലൊക്കെ ആയിപ്പോ കർത്താവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ദൈവം അവന്റെ കുടുംബത്തെ, അവന്റെ ആയിരിക്കുന്ന ഇടങ്ങളെ, പോത്തിഫറിന്റെ ഭവനത്തെ, കാരാഗ്രഹത്തെ എല്ലാം അനുഗ്രഹിച്ചു. പോലെ നമ്മുടെ മക്കൾ ജോലി ചെയ്യുന്ന ഇടങ്ങൾ വിദേശത്തായിരിക്കാം, പല ദൂരസ്ഥലങ്ങളായിരിക്കാം, പല പല കമ്പനികളായിരിക്കാം, പല വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം, പല മതവിഭാഗത്തിൽപ്പെട്ടവരുമായിട്ട് ഇടപെട്ടായിരിക്കാം. എവിടെയായാലും നമ്മുടെ മക്കളുടെ ജോലി മേഖലകളില്, അവരുടെ പ്രവർത്തനങ്ങളില്, ഉദ്യമങ്ങളില്, ഓഫീസുകളില് കർത്താവിന്റെ സാന്നിധ്യം, യോസേപ്പിതാവിന്റെ, മാതാവിന്റെ, മാലാഖമാരുടെ സാന്നിധ്യം നമ്മുടെ മക്കളെ ബലപ്പെടുത്തണം, ശക്തിപ്പെടുത്തണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾ തോൽക്കാൻ പാടില്ല. ജോലി മേഖലകളില് അവർ ജോലി ജയിക്കണം, ജോലി മുന്നേറണം, അവരുടെ പ്രവൃത്തികൾ ധാരാളം ഫലദായകമാക്കണം. അവരെ ഒഴിവാക്കാനോ മാറ്റി നിർത്താനോ പറ്റാത്ത വിധം കരുത്തുള്ള ശക്തരായ മക്കളായി ജോലി മേഖലയില് നമ്മുടെ മക്കൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം. അതിനൊക്കെ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയ അഭിഷേക ശക്തി തടസ്സങ്ങൾ മാറ്റി, കെട്ടുകൾ പൊട്ടിച്ച്, ആ ബന്ധനങ്ങൾ തകർത്ത് ജോലി മേഖലയിലേക്ക് പ്രവേശിക്കാനും, ജോലിയിലായിരിക്കുന്ന മക്കൾ കർത്താവിനെ കൂടെ നിർത്തി സ്വർഗത്തിന്റെ സഹായത്തിൽ അതിസ്വാഭാവികമായ കൃപകളിൽ അഭിഷേകത്തോടെ ജോലി ചെയ്യാനും ഇടയാകണം. ഈ നിയോഗത്തിനു വേണ്ടി നമ്മുടെ മക്കൾക്കായി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയ കരുണ നമ്മുടെ മക്കളുടെ മേൽ ചൊരിയപ്പെടട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യീശോയെ, ഞങ്ങളുടെ എല്ലാ മക്കളെയും അവരുടെ എല്ലാ നിയോഗങ്ങളോടെ, അവസ്ഥകളോടെ അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണല്ലോ. ഈ ദിവസങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുമ്പോ കർത്താവേ, പാവപ്പെട്ട ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിച്ച് സ്വീകരിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ മക്കള് അറിഞ്ഞോ അറിയാതെയോ ലോകത്തിന്റെ സാഹചര്യത്തിലോ സമ്മർദ്ദങ്ങളോ പെട്ട് പാപത്തിലോ അങ്ങനെ നകന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഓർത്ത് ഞങ്ങളുടെ മക്കൾക്കായി അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ, ജോലി മേഖലകളെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ഓരോ മക്കളെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോ കർത്താവ്, ഞങ്ങളുടെ മക്കൾക്ക് വളരാൻ, ജീവിക്കാൻ, നല്ല ഭാവിക്കായിട്ട് ജോലി അത്യന്താപേക്ഷിതമാണല്ലോ. അതിനാവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും വഴികളും കർത്താവെ ഞങ്ങളുടെ മക്കൾക്കായി അങ്ങ് ഒരുക്കി കൊടുക്കണമേ. കർത്താവെ, ജോലി മേഖലയിൽ തടസ്സം നേരിടുന്ന മക്കള്, ജോലിയില്ലാതെ വേദനിക്കുന്ന മക്കള്,
പാർട്ട് ടൈം ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന മക്കള്, കർത്താവേ, ജോലി മേഖലകളിലുള്ള എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റിക്കൊണ്ട് ഞങ്ങളുടെ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില വിഷയങ്ങൾ പഠിച്ചതിന്റെ പേരില് ജോലി കിട്ടാത്ത മക്കള്, ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ ചില വിഷയങ്ങളുടെ മേലുള്ള ബന്ധനങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ട ജോലി അങ്ങ് നൽകി അനുഗ്രഹിക്കണം. ഒത്തിരിയേറെ മക്കള് കഷ്ടപ്പെട്ട് പഠിച്ചു, ഡിഗ്രികൾ നേടി, എല്ലാം കഴിഞ്ഞിട്ടും ഒരു ജോലി എന്നുള്ള സ്വപ്നം ലഭ്യമാകാതെ വേദനിക്കുന്ന അവസ്ഥയിൽ ഒത്തിരിയേറെ സങ്കടപ്പെട്ട് നിരാശപ്പെട്ടിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ ജോലി മേഖലകളുടെ വഴികളെ അങ്ങ് തുറക്കണമേ. അവർക്ക് അനുയോജ്യമായ ജോലികൾ ഈശോയെ അങ്ങ് തന്നെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവേ, ജോലിയിൽ പ്രവേശിച്ചിട്ട് ആ ജോലി ചെയ്യാൻ പറ്റാത്ത വിധത്തില് പല മേഖലകളില് ഒത്തിരി തടസ്സപ്പെട്ടിരിക്കുന്ന മക്കൾ, ഭയം അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല, കൂടെ ജോലി ചെയ്യുന്നവര് എതിരായി നിൽക്കുന്നു, ചിലപ്പോൾ സ്ഥാപനം തന്നെ പുകച്ച് ചാടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ പല മേഖലകളില് ജോലിയില് വേദനിക്കുന്ന, അസ്വസ്ഥതപ്പെടുന്ന, ഭാരപ്പെടുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഓ ദിവ്യകാരുണ്യീശോയെ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലി മേഖലകളെ അനുഗ്രഹിച്ചുകൊണ്ട് തടസ്സങ്ങൾ മാറ്റി ജോലിയില് അഭിഷേകം നൽകി അങ്ങയുടെ സാന്നിധ്യത്താല്, സ്വർഗത്തിന്റെ സഹായത്താല്, പരിശുദ്ധ അമ്മയുടെയും യൗസപിതാവിന്റെയും ശക്തമായ സംരക്ഷണത്തില് ഞങ്ങളുടെ മക്കൾ ജോലി ചെയ്യട്ടെ, ജോലി ലഭിക്കട്ടെ. ഞങ്ങളുടെ മക്കൾക്ക് ആ ജോലിയില് അഭിവൃദ്ധി പ്രാപിക്കട്ടെ, എല്ലാം അവർക്ക് അനുകൂലമാകട്ടെ. ജോലിയിലെ സ്വാഭാവികമായ ഭാരങ്ങള്, ഉത്തരവാദിത്വങ്ങള്, കർത്തവ്യങ്ങള് കൃത്യമായി നിർവഹിക്കുവാൻ, പൂർത്തീകരിക്കുവാൻ കർത്താവേ അങ്ങയുടെ വലിയ സഹായം നൽകി ഞങ്ങളുടെ മക്കളുടെ ജോലി മേഖലകളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ മക്കൾ ഭാവിക്ക് വേണ്ടി, നല്ല ജീവിതത്തിന് വേണ്ടി, സമ്പാദിക്കാനും വളരാനും വേണ്ടി അവർക്ക് ആവശ്യമായ നല്ല ജോലികൾ അങ്ങ് തന്നെ നൽകി അനുഗ്രഹിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ തീരുമാനങ്ങള്, ആർത്തി പിടിച്ച ഓടിപ്പാച്ചിലുകള്, ഇതൊക്കെ വന്നുപോയ വീഴ്ചകള്, അതിന്റെ മേലൊക്കെ കരുണയായിരുന്നു കൊണ്ട് ഈശോയെ, ഇനി അങ്ങേക്കല്ലാതെ ഞങ്ങളുടെ മക്കളെ രക്ഷിക്കാനോ തടസ്സങ്ങൾ മാറ്റാനോ പറ്റില്ല. അതുകൊണ്ട് അങ്ങയുടെ ശക്തമായ ഇടപെടലിനു വേണ്ടി ഞങ്ങളെല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾ ജോലി മേഖലകളിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അതിനായി ദിവ്യകാരുണ്യീശോയെ, അങ്ങയുടെ വലിയ ശക്തി, അങ്ങയുടെ വലിയ ഇടപെടൽ, അങ്ങയുടെ വലിയ സാന്നിധ്യം, അങ്ങയുടെ വലിയ സംരക്ഷണം കർത്താവ് ഞങ്ങളുടെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. നമ്മുടെ എല്ലാ മക്കളെയും ഏറ്റവും സ്നേഹത്തോടെ ഈ ജോലി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ദിവ്യാനുസന്നതിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് വേദനിക്കുന്ന മാതാപിതാക്കളെ ഈശോയെ സമർപ്പിക്കുന്നു. കണ്ണീരോടെ പലവിധ കാരണങ്ങൾ പറഞ്ഞ് മക്കൾ പഠിച്ചതിന്റെ പേരിൽ ജോലി കിട്ടിയില്ല, അതിന്റെ സങ്കടങ്ങള്, മക്കളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നു, അവരുടെ പ്രത്യാശ നഷ്ടപ്പെടുന്നു. പഠിക്കാതെ അല്ലെങ്കിൽ ഒന്നും കിട്ടാത്തവർക്ക് ജോലി ലഭിക്കുന്നു. എന്നാൽ ഞങ്ങൾക്ക് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് വിശുദ്ധ ജീവിച്ചിട്ട് പള്ളി പോയിട്ട് ഞങ്ങൾക്ക് മാത്രം ജോലിയില്ല. അങ്ങനെ വേദനിക്കുന്ന മക്കള് പ്രാർത്ഥിച്ചിട്ട് എന്താ കിട്ടിയ, ഈശോ എന്നെ സ്നേഹിക്കുന്നില്ല. അങ്ങനെ ഈശോയെ പല മക്കളും വേദനിക്കുന്നുണ്ട്. കർത്താവെ, അങ്ങയുടെ കൂടെ നിന്നിട്ടും പ്രാർത്ഥിച്ചിട്ടും കഷ്ടപ്പെട്ടും പഠിച്ചിട്ടും ജോലി കിട്ടിയില്ല. എന്നാൽ ഇതൊന്നും ചെയ്യാത്ത മക്കൾക്ക് ജോലി കിട്ടുന്നു. കർത്താവെ, നീതിയില്ലാത്ത രീതിയിലുള്ള അവസ്ഥകള് പല മക്കളെയും വിശ്വാസത്തിൽ നിന്ന് പോലും അങ്ങയിൽ നിന്ന് പോലും അകറ്റി കളഞ്ഞിട്ടുണ്ട്. ഈശോയെ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ട ജോലി കൊടുക്കണം. ഈശോയെ, തടസ്സങ്ങൾ മാറ്റണം. ഈശോയെ, വഴികൾ തുറക്കണം. ഈശോയെ, ഞങ്ങളുടെ മക്കളെ അങ്ങയിൽ ഉറപ്പിക്കണം. കർത്താവെ, പാവപ്പെട്ട മക്കളല്ലേ, കഷ്ടപ്പെട്ടല്ല പഠിച്ച്, ജോലിക്ക് വേണ്ടിയല്ലേ പഠിച്ച്, കിട്ടാതെ വരുമ്പോ സ്വാഭാവികമായിട്ടും ഈശോയെ ഞങ്ങളുടെ മക്കൾക്ക് വിഷമം ഉണ്ടാവില്ലേ? ഈശോയെ, ഈശോയെ, ഞങ്ങളുടെ മക്കളോട് കരുണയായിരിക്കണം. ഞങ്ങളുടെ മക്കളെ ബലപ്പെടുത്തണം. ഞങ്ങളുടെ മക്കൾക്ക് ജോലി അങ്ങ് കൊടുക്കണം. ഞങ്ങളുടെ മക്കളുടെ വഴികൾ തുറക്കണം. പ്രത്യേകിച്ചും അങ്ങയോട് ചേർന്ന് നിൽക്കുന്ന മക്കളെ പ്രത്യേകം ഒന്ന് സഹായിച്ച് അനുഗ്രഹിച്ച് കർത്താവെ, ഞങ്ങളുടെ മക്കളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഏറ്റവും എളിമയോടെ, സ്നേഹത്തോടെ, കണ്ണുനീരോടെ, ഹൃദയവ്യഥയോടെ കർത്താവെ, അങ്ങയുടെ മക്കൾ ഒരുമിച്ച് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് അവരുടെ ജോലി മേഖലകൾക്ക് വേണ്ടി അങ്ങേത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കണമേ. വ്യക്തിപരമായിട്ട് നമുക്ക് ഈശോയുടെ നിമിഷം പ്രാർത്ഥിക്കാം. മക്കളെ,
സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.